ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലെ ബുഹാരി റൈസും മന്തി ബീഫും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം മന്തി ബീഫാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള, ഒരു കാപ്സിക്കം, ഒരു കുടം വെളുത്തുള്ളിയും 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഒരു തക്കാളിയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ലെമണും ചിക്കൻ സ്റ്റോക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള ബീഫാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് സവാള, ചിക്കൻ സ്റ്റോക്ക്, മല്ലിയില, തക്കാളി, കാപ്സിക്കം, ആ ലെമണ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ചെറിയ 2 കഷ്ണം പട്ട, 2, 3, 4 ഗ്രാമ്പൂ, പിന്നെ ചെറിയ ജീരകം, പെരിഞ്ജീരകം, ഏലക്ക, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ബേ ലീഫ് കേട്ടോ. ഇത്രയും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മന്തി മസാലയാണ് ഇതിൻ്റെ ആവശ്യമില്ല. കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മന്തി മസാലയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പൈസസും കൂടി വേറെ ഇട്ടത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായി കുഴച്ച് ഞാനൊരു സ്പൂണും കൂടി മല്ലി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് മുന്തിരിയില്ലേ, അതൊന്ന് വറുത്ത് കോരുകയാണ്. അത് വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, വറുത്ത് കോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി ഒന്ന് ഇതിൻ്റെ ഈ ക്യാരറ്റിൻ്റെ കളർ മാറാതിരിക്കാൻ നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ ക്യാരറ്റും ബീൻസൊക്കെ ആ കളർ അതേപോലെ നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ മസാലയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും തുറന്നിട്ട് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. കുറച്ച് അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മുളക് പൊടി തീർന്നതുകൊണ്ടാണ് ഇങ്ങനെ മുളക് അരക്കുന്നത്. മുളക് പൊടി ഉള്ളവർ അത് ചേർത്താൽ മതി. ഞാനത് അരച്ചിട്ടുണ്ട് കേട്ടോ. അത് അരച്ചെടുത്ത് നമ്മൾ വേവിച്ച ബീഫിലിട്ടിട്ട് കുഴക്കാണ്ട് ചെയ്യാനായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ. അങ്ങനെ ആ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട്. അങ്ങനെ മന്തിയിലെ ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് നമ്മളെ റൈസ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. റൈസ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 80% വേവിച്ചെടുക്കുക കേട്ടോ ആദ്യം. എന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഏല, പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ. അങ്ങനെ അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ബേ ലീഫും ഒരു സവാളയും ചെറിയൊരു കഷ്ണം കാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ പെരിഞ്ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകൻ്റെ പൊടി ആയതുകൊണ്ട് കേട്ടോ പൊടി ചേർത്തത്. മറ്റേ ഇങ്ങനെ സീഡിട്ടാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി പ്യൂരി എടുത്ത് ഇതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ബ്ലാക്ക് മുന്തിരിയും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബീഫ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ അത് അവിടുന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ റൈസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉണ്ടാക്കി വെച്ച തക്കാളി ഇതൊക്കെ അരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച റൈസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നെയ്ച്ചോറ് വെക്കുന്നത് പോലെ 4 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് പോലെ
വറ്റിച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഞാനിങ്ങനെ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനെല്ലാം ചോറിട്ടതിന് ശേഷം അതിന് മുകളിൽ ക്യാരറ്റും ബ്ലാക്ക് മുന്തിരിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെക്കുക. ഇത്രയുള്ളൂ. റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബുഹാരി റൈസും ബീഫ് മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ബുഹാരി റൈസക്ക് ഈ ബീഫ് മന്തിയും കൂടി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.